ഈ കാണുന്ന വാഴ കൃഷിത്തോട്ടം എല്ലാ 2 മാസം ഇടവിട്ട് ഇപ്പോൾ 5 മാസമായ ഈ വാഴ കൃഷിയിൽ കാൽസിബോൺ, അതായത് 18% നൈട്രജൻ, 15% കാൽസ്യം, 2% മഗ്നീഷ്യം. ഈ 15% കാൽസ്യത്തിന്റെയും 18% നൈട്രജന്റെയും 2% മഗ്നീഷ്യത്തിന്റെയും ഗുണം അനുഭവിച്ച ഒരു വാഴ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇലകളുടെ വിസ്തൃതി നിങ്ങൾക്ക് കാണാമല്ലോ. അതാണ് കാൽസ്യത്തിന്റെ ഇഫക്റ്റ്. ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. വിളവ് വളരെ കൂട്ടുവാനായിട്ട് കാൽസിബോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നമ്മുടെ സുനിൽ കുമാറിന്റെ വാഴ കൃഷി തോട്ടത്തിലാണ് നിൽക്കുന്നത്. സുനിൽ കുമാർ വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്യുന്ന കല്ലിങ്കലിലുള്ള ഒരു കർഷകനാണ് അല്ലെ? അതെ അതെ. സുനിൽ കുമാർ ഭയങ്കര സന്തോഷമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കാര്യം എന്താ സുനിൽ കുമാർ? ഈ ഉൽപ്പന്നം, ഈ കാൽസ്യം എന്ന ഉൽപ്പന്നം ഞാൻ ഈ വർഷം, അതായത് കാൽസിബോൺ എന്ന ഉൽപ്പന്നം ഈ വർഷം ആദ്യമായിട്ട് ഉപയോഗിച്ചതിന്റെ ഒരു നല്ലൊരു റിസൾട്ട് എന്റെ വാഴയിലുണ്ടായി. അതിന്റെ ഒരു സന്തോഷം. എന്ത് മാറ്റം! വാഴയ്ക്ക് പിന്നെ ഇല ഒടിച്ചല്, പച്ച നിൽക്കുന്ന ഇലയ്ക്ക് വാഴ ഇല ഒടിച്ചല്, വെള്ളച്ചുരുട്ട്, വെള്ള നാമ്പെടുക്കല്, ഇതെല്ലാം ഈ ഉൽപ്പന്നം കൊണ്ട് മാറിയിട്ടുണ്ട് എന്റെ വാഴ. താങ്ക് യു. ഓക്കെ, ഈ കാൽസിബോണിനകത്ത് എന്ത് അടങ്ങിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് സുനിൽകുമാർ ഇത് ഉപയോഗിച്ചത്. കാൽസ്യബോണിൽ അടങ്ങി നിൽക്കുന്ന 18% നൈട്രജനും 15% പിന്നെ കാൽസ്യവും 2% മഗ്നീഷ്യവും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് കാൽസ്യബോൺ. അതിന്റെ ഗുണങ്ങളാണ് വാഴയിൽ കണ്ടുവരുന്നത്. 5 മാസവും 7 മാസവും 1 ലിറ്ററും 2.5 മില്ലി കാൽസ്യബോൺ പിന്നെ ചേർത്തിട്ട് മൂട്ടിലെ 5 ലിറ്റർ വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനെ നമ്മൾ രാസവള പ്രക്രിയയെക്കാട്ടിൽ കൂടുതൽ ഗുണകരമായ ഒരു ഉൽപ്പന്നമാണ് കാൽസ്യബോൺ എന്ന് പറയുന്നത്. അതിന്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ ഈ എല്ലാവർക്കും എന്റെ പിന്നെ ഗുണങ്ങൾ ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എത്ര കിലോ വരെ നമുക്കൊരു വാഴയിൽ നിന്ന് വാഴക്കൊല കിട്ടാൻ സാധ്യതയുണ്ട് കാൽസ്യബോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 കിലോയ്ക്ക് മേളിലായിട്ടുള്ള രീതിയിലുള്ള കൊലകൾ കിട്ടാനുള്ള ഒരു ഉൽപ്പന്നമാണ് കാൽസ്യബോൺ. ഓക്കെ, താങ്ക് യു.